അറസ്റ്റിലാകുന്ന പ്രതികളുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന പ്രവണതയിൽ സുപ്രീം കോടതി കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഇത്തരം നടപടികൾ നീതിയുക്തമായ വിചാരണയ്ക്ക് തടസ്സമാകുന്നുവെന്നും പൊതുജനങ്ങൾക്കിടയിൽ പ്രതികളെക്കുറിച്ച് മുൻവിധി സൃഷ്ടിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, വിപുൽ എം പഞ്ചോളി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ വിഷയം പരിഗണിച്ചത്. മൊബൈൽ ഫോണുകളിൽ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തൽക്ഷണം അപ്ലോഡ് ചെയ്യുന്നത് അന്വേഷണത്തെയും തുടർന്നുള്ള കോടതി നടപടികളെയും ദോഷകരമായി ബാധിക്കും. പ്രതികളെ വിലങ്ങുവെച്ച് നടത്തുന്നതോ മുട്ടുകുത്തിച്ചിരുത്തുന്നതോ ആയ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് വ്യക്തിയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതാണ്. കുറ്റം തെളിയുന്നതുവരെ ഒരാൾ നിരപരാധിയാണെന്ന നിയമത്വം ഇവിടെ ലംഘിക്കപ്പെടുന്നു. പോലീസുകാർ ഇത്തരത്തിൽ അനാവശ്യമായി സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള തട്ടിപ്പുകൾക്ക് പ്രചോദനമായേക്കാം. തട്ടിപ്പുകാർക്ക് ഇത്തരം ദൃശ്യങ്ങൾ ബ്ലാക്ക് മെയിലിംഗിനായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. പോലീസ് മാധ്യമങ്ങളോട് സംവദിക്കുമ്പോൾ പാലിക്കേണ്ട സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കോടതി നേരത്തെ 3 മാസത്തെ സമയം നൽകിയിരുന്നു. പോലീസ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെ നിയന്ത്രിക്കാൻ SOP വഴി സാധിക്കാമെങ്കിലും പൊതുജനങ്ങളും മറ്റ് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളും പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നത് വലിയൊരു വെല്ലുവിളിയാണെന്നും ജസ്റ്റിസ് നിരീക്ഷിച്ചു. വിഷയം അതീവ ഗൗരവമുള്ളതാണെന്നും കൂടുതൽ വിശാലമായ പഠനം ആവശ്യമാണെന്നും കോടതി വിലയിരുത്തി. മാധ്യമപ്രവർത്തകരെന്ന വ്യാജേന പലരും സോഷ്യൽ മീഡിയയിൽ ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ കർശനമായ സംവിധാനം ആവശ്യമാണ്. ഏപ്രിലിൽ പുതിയ മാർഗരേഖ നടപ്പിലായ ശേഷം ഈ വിഷയത്തിൽ കൂടുതൽ വിശദമായ വാദം കേൾക്കാനായി ഹർജി തൽക്കാലം പിൻവലിക്കാൻ ഹർജിക്കാരന് കോടതി അനുമതി നൽകി.